ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാവരും അനക്കൊണ്ട നേവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഐക്കൺ അല്ലേ, നമ്മൾ ഷോർട്ട് കട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനക്കൊണ്ട നേവിഗേറ്റർ ഓപ്പൺ ചെയ്യുക. അനക്കൊണ്ട നേവിഗേറ്ററിൽ കുറേ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽ നമുക്ക് ഏത് എഡിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജൂപ്പിറ്റർ നോട്ട്ബുക്ക് അല്ലേ. കറന്റ്ലി നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജൂപ്പിറ്റർ ലാബും VS കോഡും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം. കറന്റ്ലി ഇപ്പം നമുക്ക് വേണ്ടത് ജൂപ്പിറ്റർ നോട്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരും ജൂപ്പിറ്റർ നോട്ടിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ അനക്കൊണ്ട നേവിഗേറ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതില് നമുക്ക് വേണ്ടത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ലോഞ്ച് ചെയ്ത് ഓപ്പൺ ആയി വരുന്ന ടാബില് ഏതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്? അനക്കൊണ്ട 3 ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതില് കോണ്ടാബിൻ ഫോൾഡർ. ഓക്കെ, ഇതിലാണ് നമ്മുടെ ഫയൽസ് ഒക്കെ ചെയ്യേണ്ടത്. സോ ന്യൂ ഫയൽ വേണമെങ്കിൽ ന്യൂ ആൻഡ് പൈത്തൺ 3 ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, മുമ്പേ ചെയ്തുകൊണ്ടുണ്ടായ ഫയലില് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിലുണ്ടാവുമല്ലോ കുറെ ഫയൽസ് നിങ്ങൾ കണ്ടതല്ലേ കോണ്ടാബിനില്. അതിലേതാണ് നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ന്യൂ ഫയൽ എടുത്തു. പിന്നെ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു എന്നറിയില്ല, ഫയലിന്റെ നെയിം കണ്ടോ, ഇവിടെ അൺടൈറ്റിൽഡ് 4 എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു കോഡാണ് ഇതിൽ ചെയ്യുന്നത്, ഈ പേജിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പിന്നീട് ഒരിക്കൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ ഫയലിന് നെയിം കൊടുക്കുക, റീനെയിം ചെയ്യുക. ഫയലിൽ പോയിട്ട് റീനെയിം കൊടുക്കുക. ഞാൻ ഇന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് വേരിയബിൾസ് ആണ്. സോ ഞാൻ ഈ ഫയലിന് വേരിയബിൾസ് എന്ന് നെയിം കൊടുക്കുകയാണ്. ഓക്കെ, വേരിയബിൾസ്. പിന്നെ നെയിം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കാൻ നോക്കുക എപ്പോഴും. എന്താ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്താലും സേവ് ആകും. ബട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ കാണുന്ന എക്സ്റ്റൻഷൻ ഒഴിവാക്കരുത്. നമ്മുടെ നെയിം മാത്രം എഡിറ്റ് ചെയ്യാം. ദെൻ റീനെയിം. ഇവിടെ ചേഞ്ച് ആയിട്ട് വരേണ്ടതാണ്. റീനെയിം കൊടുത്താൽ എന്ത് പറ്റിയെന്ന് അറിയില്ല. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഓക്കെ, ഫയൽ, റീനെയിം, നമ്മുടെ പേരെന്തായിരുന്നു? വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് ഡോട്ട് അതിന്റെ എക്സ്റ്റൻഷൻ റീനെയിം അടിക്കാം. ഓക്കെ, വരുന്നില്ല. ഐ തിങ്ക് വേരിയബിൾ എന്നുള്ള പേരില് എന്റെ കോണ്ടാബിന്നില് സെയിം ഫയൽ നെയിമുള്ള എന്തെങ്കിലും ഫയൽസ് ഉണ്ടാകും. സോ ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്. നമുക്ക് വേരിയബിൾ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, വേരിയബിൾ 1 റീനെയിം. ഓക്കെ, ഇപ്പൊ കണ്ടോ, നമ്മുടെ വേരിയബിൾ 1 എന്നുള്ള നെയിം ഇവിടെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഒരു ഫയൽ നെയിം കൊടുത്തിട്ട് സെയിം ഫയൽ നെയിം വേറൊരു ഫയലിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ആയി കിട്ടില്ല. അപ്പൊ അത് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഇവിടെ കുറെ മോഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഓപ്ഷൻ ചേഞ്ച് ആക്കാം, കോഡിൻ്റെതുണ്ട്, മാർക്ക് ഡൗൺ ഉണ്ട്. മാർക്ക് ഡൗൺ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെ. കോഡ് ഏതൊക്കെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്ത് വരേണ്ട സാധനങ്ങളാണ് കോഡിൽ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇന്നലെ കുറച്ച് ടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിലും നമ്മുടെ സിൻടാക്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പ്രിന്റ് ചെയ്യേണ്ട സിൻടാക്സ് എങ്ങനെയാണെന്ന് ഇപ്പൊ നോക്കാം. സോ ഫസ്റ്റ് വൺ സിൻടാക്സ് നോക്കാം. പ്രിന്റ് ഹായ് വേൾഡ്. ഓക്കെ, ഷിഫ്റ്റ് എന്റർ. ഇത് കണ്ടോ, നമുക്ക് ഹായ് വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തിട്ട്
വന്നു. അപ്പൊ ഇതാണ് പ്രിന്റ് ചെയ്യേണ്ട സിൻടാക്സ് എന്ന് പറയുന്നത്. ഡബിൾ കോട്ട് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രിങ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡബിൾ കോട്ട് യൂസ് ചെയ്യണം. ഇൻ കേസ് നമുക്ക് ഡിജിറ്റ് ആണ് പ്രിന്റ് ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഡിജിറ്റ് കൊടുക്കുക ആൻഡ് ഷിഫ്റ്റ് എൻ്റർ റൺ ചെയ്യുക. 23 കണ്ടോ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ആണ് ഡബിൾ കോട്ട് ഇല്ലാണ്ട് കൊടുക്കുന്നതെങ്കിലോ ഹായ്. ഓക്കെ, റൺ ചെയ്യാൻ കൊടുക്കാം. ഇവിടെ എറർ വന്നു കണ്ടോ. ഇവിടെ എന്താണ് എറർ വന്നിട്ടുള്ളത്? നെയിം ഹായ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പം ഇതിന്റെ സിൻടാക്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഹായ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ഫയലാണ്, ടെക്സ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബിൾ കോട്ടും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണ്, നമുക്ക് പ്രിന്റില് 2 വേർഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഹായ് കോമ ഹലോ ഇങ്ങനെയും ടൈപ്പ് ചെയ്യാൻ നമുക്ക് 1 ലൈൻ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഈ ഹായ് ഹലോ എനിക്ക് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതിയിട്ട് ഔട്ട്പുട്ടിൽ 2 ലൈൻസ് ആയിട്ട് കാണിക്കണം. അതെങ്ങനെ കാണിക്കാം? പ്രിന്റ് ഹായ് കോമ ഡബിൾ കോട്ടിന്റെ അകത്ത് /n കൊടുക്കുക കോമ ഹലോ. ഓക്കെ, റൺ ചെയ്യാൻ കൊടുക്കാം. നോക്ക്, ഹായ് ഒരു ലൈനിലാണ് വന്നിട്ടുള്ളത്, സെക്കൻഡ് ലൈനിൽ ഹലോ വന്നു. ഈ /n മീൻസ് എന്താണ്? /n മീൻസ് ന്യൂ ലൈൻ. ഈ n മീൻസ് ന്യൂ ലൈൻ. അതായത് ഒരു വേർഡ് കഴിഞ്ഞു, നെക്സ്റ്റ് വേർഡ് വരുന്നത് ന്യൂ ലൈനിലായിരിക്കും. ഓക്കെ, ഇനി 2 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നുള്ളത്. ഓക്കെ, ഒന്ന് ഹായ് കൊടുത്തു, നെക്സ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഹലോ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? ഹായ് ഹലോ അല്ലേ? പക്ഷെ എനിക്ക് 2 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താലും ഔട്ട്പുട്ട് 1 ലൈൻ ആയിട്ട് കിട്ടണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ് അതിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് നടത്തേണ്ടത്. ഓക്കെ, നമ്മൾ ഹായ് ഇട്ടു, കോമ ഇടുക, നെക്സ്റ്റ് എൻഡ് കീവേഡ് യൂസ് ചെയ്യുക, ഈക്വൽ ടു ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട്. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഹായ് ഹലോ 1 ലൈൻ ആയിട്ട് വന്നു. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്തതെങ്കിലും 1 ലൈൻ ആയിട്ട് നമുക്കത് കാണാൻ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. നെക്സ്റ്റിന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ഹായ് ഹലോ എന്നൊക്കെ കൊടുത്തു അല്ലെ? ഇതൊക്കെ എന്താണ് ശരിക്കും? ഇതൊക്കെ എന്താണ് നമ്മൾ പറയാ? വിഷയാണ് അല്ലെ? അപ്പൊ ജസ്റ്റ് ഞാൻ അവിടെ പ്രിന്റില് ഇവിടെ കൊടുക്കാണ്, ഇത് ജസ്റ്റ് ഒരു വിഷാണ്. ഓക്കെ, അങ്ങനെ കൊടുത്തു, റൺ ചെയ്യാൻ കൊടുത്തു. ഇവിടെ എറർ വന്നു കണ്ടോ. ഇങ്ങനെ ഒരു സിൻടാക്സ് പൈത്തണിൽ ഇല്ല. സോ ഇത് ഇൻകറക്റ്റ് ആണ് അല്ലെ? അപ്പം ഈ ഇത് വിഷാണെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മീൻസ് ഔട്ട്പുട്ടിൽ കാണാൻ പാടില്ല, ബട്ട് എന്താണ്, ഇതൊരു വിഷാണെന്ന് നമുക്ക് കോഡിങ്ങിൽ കാണിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടില് ഹാഷ് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈഡ് ആയിട്ട് വന്നതുകൊണ്ടോ. അപ്പം ഈ കോഡ് എന്താണെന്ന് അവിടെ നമുക്ക് കാണിക്കുകയും ചെയ്യാം, ഔട്ട്പുട്ടിൽ വരികയില്ല. നമുക്ക് റൺ ചെയ്തിട്ട് നോക്കാം. ഷിഫ്റ്റ് എൻ്റർ കണ്ടോ, ഔട്ട്പുട്ടിൽ ഹായ് ഹലോ മാത്രമേ ഉള്ളൂ, ഈ സംഭവം ഇവിടെ കാണിക്കുന്നില്ല. അപ്പൊ ഈ കമന്റിന് വേണ്ടിയിട്ടാണ് ഹാഷ് യൂസ് ചെയ്യുന്നത്. ഹാഷ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കമന്റ് വേണമെങ്കിലും കോഡിങ്ങിൽ കൊടുക്കാം. ഇന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനും വേറൊരാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിങ്ങിന്റെ ടൈമിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ്, കുറെ കമന്റ്സ് ഇതുപോലെ കൊടുക്കാനുണ്ടാവും. ഓക്കെ, 1 ലൈൻ അല്ല, ഒരുപാട് ലൈൻസിൽ അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഹാഷ് ഇട്ടുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ട കമന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യാം, അത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കാം. സോ അതിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമുക്ക് ഹാഷ് കിട്ടും. ഇത് കണ്ടോ, ഹൈഡ് ആയിട്ട് വന്നിട്ട്. റൺ ചെയ്ത് നോക്കാം. അപ്പൊ ജസ്റ്റ് കോമന്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് കോമന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി മിക്സഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലോ, അതായത് ഡിജിറ്റ്സും, അതായത് ഇൻഡിജേഴ്സും സ്ട്രിങ്സും.
ഓക്കെ. ഐ ആം എന്നുള്ളത് സ്ട്രിങ് ആണ്, അതുകൊണ്ട് ഡബിൾ കോട്ട് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് കോമ 25 ഏജ് കൊടുത്തു. ഓക്കെ, കോമ ഇയേഴ്സ് ഓൾഡ്, ഇയേഴ്സ് ഓൾഡ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും? ഐ ആം 25 ഇയേഴ്സ് ഓൾഡ്. ഈ 25ന് നമുക്ക് എന്ത് വേണ്ട? ഡബിൾ കോട്ട് വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിജിറ്റ്. നമുക്ക് സ്ട്രിങ്ങിന് മാത്രമേ എന്ത് വേണ്ടൂ? ഡബിൾ കോട്ട് വേണ്ടു. ഓക്കെ. പിന്നെ പറയുന്നത് പാരഗ്രാഫ്. നമുക്ക് ഇപ്പം ഹായ് സ്പേസ് ടു ഐ ആം സ്പേസ് ടു വെരി ഹാപ്പി. ഓക്കെ, ഇതേ ഫോർമാറ്റിൽ ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഒരു എന്താ ടെക്സ്റ്റ് കിട്ടണം. ഔട്ട്പുട്ടിൽ ഇങ്ങനെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിപ്പോ നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ എറർ വരും. കണ്ടോ, എന്താ എറർ വന്നിട്ടുള്ളത്? അൺഎക്സ്പെക്റ്റഡ് ഇൻഡന്റേഷൻ എറർ ആണ് വന്നിട്ടുള്ളത്. ഇൻഡന്റേഷൻ എറർ എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ശരിയാക്കാം. ഇതേ മോഡലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ്. സാധാരണ നമ്മൾ സിംഗിൾ ഡബിൾ കോട്ടാണ് യൂസ് ചെയ്യാറ് അല്ലെ? പക്ഷെ ഇവിടെ 3 ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. ഓക്കെ, ആൻഡ് പാരന്തസിസ് ക്ലോസ് ചെയ്യാം, റൺ ചെയ്യാം. കേട്ടോ, ഹായ് ഐ ആം വെരി ഹാപ്പി. നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തത് അതേ മോഡൽ തന്നെ, അതേ സ്റ്റൈലിൽ തന്നെ കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? 3 ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ളത് വേരിയബിൾ നെയിംസിനെ കുറിച്ചാണ്. ഓക്കെ, what do you mean by വേരിയബിൾ നെയിം? വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇപ്പം എന്തെങ്കിലും വാല്യൂസ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും വാല്യൂസ് നമ്മൾ മുമ്പേ കൊടുത്തു, അത് പ്രോഗ്രാമിൽ എപ്പോൾ വിളിച്ചാലും നമുക്ക് ആ വാല്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേരിയബിളിൽ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും സെൻസസ് നടക്കുന്ന ഇതാണ് അല്ലെ, ടൈമാണ്. അപ്പം അവരെങ്ങനെയാ സെൻസസ് നടത്തുന്നത്? നമ്മുടെ വീടിന്റെ നമ്പർ ആദ്യം നോക്കും. നെക്സ്റ്റ് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ ഡീറ്റെയിൽസ്, വീടിന്റെ കാര്യങ്ങളൊക്കെ സെൻസസ് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? പിന്നീട് ഒരിക്കല് അവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു നമ്പർ വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ മുമ്പേ സ്റ്റോർ ചെയ്ത് വെച്ച ആ വേരിയബിൾ നെയിം കോൾ ചെയ്താല് നമുക്ക് ആ വാല്യൂ കിട്ടും. പിന്നെ ഇതിനെ കുറിച്ച് എന്താ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഹൗ ടു ക്രിയേറ്റ് വേരിയബിൾ നെയിം. ഓക്കെ, അപ്പം വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫസ്റ്റ് വൺ പറയുന്നത് വേരിയബിൾ നെയിം എപ്പോഴും എന്തായിരിക്കണം? എ ടു സെഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാം, സ്മോൾ ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് 0 to 9 ആവാം. ബട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അണ്ടർസ്കോർ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പാടില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അണ്ടർസ്കോർ വെച്ചിട്ട് ഇപ്പം എന്താ ഏജ് എന്നുള്ള വേരിയബിൾ നെയിം ആണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ജസ്റ്റ് ഏജ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപ്സിൽ ഏജ് എന്ന് കൊടുക്കാം. ആൻഡ് 2 നെയിംസ് ഉണ്ട്. ഓക്കെ, 2 നെയിംസ് വെച്ചിട്ടാണ് ഒരു വേരിയബിൾ നെയിം ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പം ദീപ്തിയുടെ ഏജ് ആണ്. അപ്പോൾ ഞാൻ ദീപ്തി ഏജ് എന്ന് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? അണ്ടർസ്കോർ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു ഏജ്. ഇങ്ങനെയും നമുക്ക് വേരിയബിൾ നെയിംസ് എഴുതാം. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പാടില്ല. പിന്നെ എന്ന് പറയുന്നത് ഇതൊക്കെ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വേരിയബിൾ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണോ? ഓഫ് കോഴ്സ് ഇത് കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു? ഇതൊക്കെ നമുക്ക് കമന്റ്സ് ആക്കാം, അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ കൺട്രോൾ അടിച്ചില്ല, പോട്ടെ. അപ്പം ഏജ്
ഞാൻ എന്ത് ചെയ്തു, ഏജ് ഈക്വൽ ടു 25 എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് 25 എന്നുള്ള വാല്യൂ ഏജ് എന്നുള്ള വേരിയബിൾ നെയിമിൽ ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഏജിനെ കോൾ ചെയ്യാണ്. ഓക്കെ, പ്രിന്റ് ഏജ് ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, കോൾ ചെയ്യാണ്, ഏജ് എന്ന് കോൾ ചെയ്യുന്നുണ്ട്. ഇത് എറർ വന്നു കണ്ടോ, എന്താ എറർ വന്നിട്ടുള്ളത്, എന്താ, നെയിം ഏജ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മൾ ഏജ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല. നമ്മൾ എന്താണ് വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത്, സി സ്മോൾ ലെറ്റർ ഏജ് ആണ്. ഇവിടെ ഞാൻ റൈറ്റ് ചെയ്തത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് ഏജ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് ഇൻകറക്റ്റ് ആണ്, കേസ് സെൻസിറ്റീവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിൾ നെയിം. സോ നമ്മൾ എന്താണോ വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത് അത് തന്നെ കോൾ ചെയ്താൽ മാത്രമേ അതിന്റെ വാല്യൂസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ റൺ ചെയ്യാണ്, ഏജ് കിട്ടി, ഏജ് ഈസ് ഈക്വൽ ടു 25. സി, അപ്പൊ വേരിയബിൾ നെയിം കേസ് സെൻസിറ്റീവ് ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു നെയിം കൊടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സോ സ്മോൾ ലെറ്റേഴ്സോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആയാൽ നമുക്ക് ആ വാല്യൂ റിട്രീവ് ചെയ്ത് കിട്ടണം എന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു അഡീഷൻ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് വാല്യൂ ഈക്വൽ ടു 20 കൊടുക്കാണ്. ഓക്കെ, എൻ്റെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ ആണ്. ആൻഡ് സെക്കൻഡ് വാല്യൂ ഈക്വൽ ടു 30 കൊടുക്കാണ്. ഓക്കെ, എൻ്റെ സെക്കൻഡ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത് സെക്കൻഡ് വാല്യൂ ആണ്, അതിൽ ഞാൻ 30 അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എനിക്ക് എന്താ വേണ്ടത്, ഇതിന്റെ സമ്മാണ് എനിക്ക് കിട്ടേണ്ടത്. സോ സം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ എന്ത് വേണം, ഇത് രണ്ടിന്റെയും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ നമ്മൾ വേരിയബിൾ നെയിം എടുക്കുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പ്ലസ് അല്ലെ, പ്ലസ് ഓപ്പറേഷൻ അല്ലേ ഇവിടെ നടക്കേണ്ടത്, നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ. സോ പ്ലസ് ആൻഡ് സെക്കൻഡ് വാല്യൂ. അപ്പൊ ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഫസ്റ്റ് വാല്യൂ എന്ന വേരിയബിളിലുള്ള വാല്യൂവും സെക്കൻഡ് വാല്യൂ എന്നുള്ള വേരിയബിളിലെ വാല്യൂവും എടുത്തിട്ട് അഡീഷൻ പ്രോസസ് ആണ് നടക്കേണ്ടത്. എന്നിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം, സമ്മിൽ സ്റ്റോർ ചെയ്യണം. ഇനി ഞാൻ ആ സമ്മിനെ കോൾ ചെയ്യാണ്. ഓക്കെ, പ്രിന്റ് ഇതെനിക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്ത് കിട്ടണം. സോ ഞാൻ അത് ഡബിൾ കോട്ടിനകത്ത് കൊടുക്കണം. ഓക്കെ, സം ഈസ് ഈക്വൽ ടു, ഇത് അതേപടി എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഡബിൾ കോട്ടിനകത്ത് കൊടുത്തു, കോമ. ഇനി എനിക്ക് റിസൾട്ട് കിട്ടേണ്ടത് ഏത് വേരിയബിൾ നെയിം കോൾ ചെയ്താലാണ് എനിക്ക് റിസൾട്ട് കിട്ടുക, സം എന്നുള്ള വേരിയബിൾ നെയിം അല്ലെ. സോ അത് എഴുതി ആൻഡ് റൺ ചെയ്യാൻ കൊടുക്കുക. സം ഈസ് ഈക്വൽ ടു 50. കണ്ടോ, 20യും 30യും ആഡ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി, 50 കിട്ടി. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫസ്റ്റ് വൺ എങ്ങനെയാ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്ന് പഠിച്ചു, അത് എങ്ങനെയാ ഔട്ട്പുട്ടിൽ വരുന്നത്, എങ്ങനെയാ സ്ട്രിങ്സ് യൂസ് ചെയ്യേണ്ടത്, സ്ട്രിങ്സ് അല്ലാത്ത ടൈമിൽ എങ്ങനെ പ്രിന്റ് ചെയ്യിക്കണം അല്ലെ, ന്യൂ ലൈൻ വരാൻ എന്താ ചെയ്യേണ്ടത്, പിന്നെ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒരേ ലൈനിൽ വരാൻ എന്താ ചെയ്യേണ്ടത്, കൊമന്റ് എങ്ങനെയാ ചെയ്യേണ്ടത്, പിന്നെ മിക്സഡ് അല്ലെ, സ്ട്രിങ്സും ഇൻഡിജേഴ്സും എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം, പിന്നെ ഓരോരോ സ്റ്റൈലിലുള്ള പാരഗ്രാഫ് അതേപടി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ, ഡബിൾ കോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെയോ നമ്മള് വാല്യൂ വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതിൽ വാല്യൂ അസൈൻ ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ഒരു അഡീഷൻ പ്രോഗ്രാമും കൂടി ചെയ്തു അല്ലെ. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ത്രൂ നിങ്ങൾക്ക് ചോദിക്കാം. ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയും എന്തായാലും മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെ എറേഴ്സ് വരുന്നുണ്ട്, എന്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ശരിയാവാത്തതാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും നെക്സ്റ്റ് ക്ലാസ് അതായത് നാളത്തേക്ക് ചെയ്ത് നോക്കി വരാം. ഓക്കെ.
ഓക്കെ. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ, അല്ലെങ്കിൽ ക്ലാസ് സ്പീഡായി പോയി, ഉം, എന്തെങ്കിലും പറയാൻ വിട്ടുപോയി, എറേഴ്സ് വരുന്നുണ്ട് പ്രിന്റ് ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയാൽ മാത്രമേ എറേഴ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കോമെന്റ് ത്രൂ പറയാം. ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ അതിന് എന്തായാലും തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്രാക്ടിക്കലാണ് ഈ പ്രോഗ്രാമിന് ഏറ്റവും പറ്റിയ എന്താ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുമ്പേ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴത്തേക്കും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ.